എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വിളിക്കുന്ന CDS നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്നലെ നമ്മൾ NDA നോട്ടിഫിക്കേഷന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു. ഒരുപാട് പേര് വീഡിയോ കണ്ടു. അപ്പോൾ CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2026-1 ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ്. 2 നോട്ടിഫിക്കേഷൻസ് വരും. എല്ലാ വർഷവും 2 നോട്ടിഫിക്കേഷൻ വെച്ച് വിളിക്കാറുണ്ട്. 2026 ആദ്യത്തെ CDS നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 30-ാം തീയതിയാണ്. ഡിസംബർ 30-ന് മുന്നേ നിങ്ങൾ UPSCയുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴി നിങ്ങൾ അപേക്ഷ അയക്കുക കേട്ടോ. ഇൻക്ലൂഡിംഗ് SSC വുമൺ നോൺ ടെക്നിക്കൽ, പെൺകുട്ടികൾക്ക് നോൺ ടെക്നിക്കലിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയക്കാൻ പറ്റുന്ന ഒരു കോമൺ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ അയക്കുക. അപ്പോൾ രണ്ടാമത്തെ പേജിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ആ കാര്യം ഓർത്തിരിക്കുക. അതെല്ലാം ഞാൻ വഴിയെ പറയാം. ഇനി നമുക്കിതിൻ്റെ വാക്കൻസി എങ്ങനെയെന്ന് നോക്കാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്ക് നിങ്ങൾക്ക് 100 വാക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, കണ്ണൂർ ഏഴിമലയിലാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമി 26 വാക്കൻസി. എയർഫോഴ്സ് അക്കാഡമി 32 വാക്കൻസി. OTA അഥവാ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ബോയ്സിന് 275 വാക്കൻസിയും ഗേൾസിന് 18 വാക്കൻസി. ഞാൻ പറഞ്ഞു ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി നോൺ ടെക്നിക്കൽ ഗേൾസിന് അപ്ലൈ ചെയ്യാം. മൊത്തം 18 വാക്കൻസിയാണ്. ഈ ഒരൊറ്റ അക്കാഡമിയിലേക്കാണ് ഗേൾസിന് വാക്കൻസി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. ബാക്കി എല്ലാ അക്കാഡമിയിലേക്കും ബോയ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗേൾസിന് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കാണ് വാക്കൻസി, 18 വാക്കൻസി. അങ്ങനെ ടോട്ടൽ 451 വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. വാക്കൻസി മേ ബി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കേരളത്തിൽ പരീക്ഷാ സെന്ററുകൾ നമുക്ക് NDA നോട്ടിഫിക്കേഷന്റെ സെന്ററുകൾ അറിയാം. അതുപോലെ തന്നെ സെയിം സെന്റർ തന്നെയാണ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. ഈ 3 ജില്ലയിലാണ് കേരളത്തിൽ പരീക്ഷാ സെന്ററുകൾ വന്നിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ് പറയാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് 2 ജനുവരി 2003 1 ജനുവരി 2008 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം, ബോയ്സിനാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് 2 ജനുവരി 2003 മുതൽ 1 ജനുവരി 2008 പറയുന്നത്. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് 20-24 അതായത് 2 ജനുവരി 2003 1 ജനുവരി 2007 പറയുന്നത്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഇതിലേക്ക് ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 2 ജനുവരി 2002 1 ജനുവരി 2008 പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് IMA OTA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി രണ്ടിലേക്കും നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് +2 സയൻസും വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. +2 സയൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് ഫീസ് വരുന്നുണ്ട്. ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഫീസില്ല. അതുപോലെ ബോയ്സിൽ SC ST ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 200 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതി ഡിസംബർ 30-ആണ്. 30-ന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ എക്സാമിൻ്റെ സ്കീം നോക്കിയാലോ. എക്സാമിന് വരുന്ന സിലബസ് ഇവിടെ കാണാം. ഇംഗ്ലീഷ്, GK, മാത്സ്. ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്കിന്, GK 2 മണിക്കൂർ 100 മാർക്കിനും, മാത്സ് 2 മണിക്കൂർ 100 മാർക്കിന്. ഈ ഒരു എക്സാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമിയുടെ സിലബസാണ് പറഞ്ഞത്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് വരുന്ന സിലബസ് ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്കിന്, GK 2 മണിക്കൂർ 100 മാർക്കിനാണ്. മാത്സ് വരുന്നില്ല. എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ സിലബസ് ഇവിടെ കാണാം. ഇംഗ്ലീഷ്, GKയിൽ വരുന്ന കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എലമെൻ്ററി മാത്തമാറ്റിക്സിൽ അരിത്തമെറ്റിക് വരുന്നുണ്ട്. അൾജീബ്ര, ട്രിഗ്ണോമെട്രി, ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് SSB ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം ഒക്കെ കറക്റ്റായിട്ട് നടത്തും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഹൈറ്റിൻ്റെ ചാർട്ട്, ഹൈറ്റ് വെയിറ്റിൻ്റെ ചാർട്ടൊക്കെ അവിടെ കാണാം. ഓരോ ഏജിനനുസരിച്ച് ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും പറയാണ്, വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ ആവശ്യമുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. കാരണം ഒരു യൂണിഫോം പോസ്റ്റാണ്, ആർമി നേവി എയർഫോഴ്സിലേക്ക് ഒരു യൂണിഫോം ജോലിയാണ്, ഓഫീസർ ജോലിയാണ്. അതുകൊണ്ട് നല്ലൊരു എക്സാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി പ്രോപ്പറായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.